അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജിൻ വിജയ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ചെറിയൊരു അൺബോക്സിങ് കം വീഡിയോ ആണ്. നമ്മൾ ഈ സാധനം മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസമായിട്ടുണ്ട്. കാരണം ആ സംഭവം നമ്മൾ യൂസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ബി റോൾ വന്നിട്ടുണ്ടാവും. ആ ബി റോൾ വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ സെയിം സാധനം തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ബോൾട്ട് ഓഡിയോ പ്രോ പോഡ്സ് എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അത്യാവശ്യം നല്ലൊരു പ്രോപ്പോഡ്സ്, അതായത് നമുക്ക് TWS ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനിതിപ്പോൾ എല്ലാ ദിവസവും, അതായത് ഈ മേടിച്ച ദിവസങ്ങളും എല്ലാ സമയത്തും ഉപയോഗിച്ചിരുന്നു. ക്ലാസ് ഉണ്ടെങ്കിലും കോളേജിലേക്ക് പോകുമ്പോഴും ബസ്സിൽ വെച്ചിട്ടാണെങ്കിലും, ബസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്രൗഡും അതുപോലെ ബസ്സിൻ്റെ സൗണ്ടൊക്കെ നല്ല കൂടുതലുള്ള സമയമൊക്കെ തന്നെ ആയിരിക്കും. രാവിലെ എന്നൊക്കെ പറയുമ്പോൾ ജോലിക്കാർ പണിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാനിത് വെച്ചിട്ടും, അതായത് ഉച്ച സമയത്തും നമ്മളിത് ഉപയോഗിച്ചിട്ടും നമുക്കൊരു പ്രശ്നം ഇതൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിൽ എടുക്കുന്നത് 2499 7,000 വെട്ടിയിട്ടാണ് 2499 എന്ന് പറഞ്ഞ പ്രൈസ് ഇട്ടേക്കുന്നത്. പക്ഷേ പ്രൈസ് കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഇയർബഡ് നമുക്ക് ഒരിക്കലും മേടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. എനിക്ക് തോന്നിയ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ 4 എണ്ണം ഓർഡർ ചെയ്തു. ആദ്യം ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കുറച്ച് ഫോൾട്ട് ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്രോഫോൺ വർക്ക് ചെയ്തിരുന്നില്ല. അതുപോലെ മൈക്രോഫോൺ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ ചെയ്തു. അതുപോലെ വേറെ ഫോണിൽ വർക്ക് ചെയ്തിരുന്നില്ല. അത് വേറെ പ്രശ്നം കൊണ്ടായിരുന്നു, അത് ഫോണിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ആദ്യം മേടിച്ച് ഞാൻ റിട്ടേൺ ചെയ്തു. പിന്നെ രണ്ടാമത് ഞാൻ മേടിച്ചു. അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വർഷത്തെ ഗ്യാരണ്ടി ഇവർ പറയുന്നുണ്ടെങ്കിലും ഞാൻ പ്രൈസ് പറഞ്ഞു 2499 ആമസോണിൽ കിടക്കണമെന്ന്. അത് 24 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം നമുക്ക് കിട്ടും. പിന്നെ എമ്മയുടെ ഷവോമിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു 22,500 രൂപയ്ക്ക് 24 മണിക്കൂറോ 5.5 മണിക്കൂർ ഇത് ചവിട്ടിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ആ സംഭവം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് കുറച്ച് പറയില്ല, അതിന് നമുക്ക് 1000 സംതിങ് പ്രൈസാണ് നമുക്ക് വരുന്നുള്ളൂ. ആ ഒരു സമയത്തും കുഴപ്പമില്ലാത്ത റേഞ്ച് നമുക്ക് അതിന് കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഒരു 2500 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ നല്ല 24 മണിക്കൂർ. അതുപോലെ നോയ്സ് ക്യാൻസലേഷനും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നോയ്സ് ക്യാൻസലേഷൻ. ബസ്സിൽ ഞാൻ പറഞ്ഞു, ബസ്സിലൊക്കെ പോകുമ്പോൾ തരി സൗണ്ട് പോലും ബസ്സിൻ്റെയോ പുറത്തുനിന്നുള്ള സൗണ്ടോ ഒന്നും കേൾക്കാനില്ല ഞാൻ പറഞ്ഞു. അത് ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു സാധനം വെക്കുമ്പോൾ നല്ലൊരു എഫക്റ്റ്, അതായത് ട്രബിളും ബാസും എഫക്റ്റൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ് ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെവിട് വേദനയ്ക്കോ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു ഇന്നിയർ ആയിട്ടുള്ള ബഡാണ്. TWS ബഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ പറഞ്ഞു, ട്രബിളും ബാസൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മറ്റുള്ളവർക്കും കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇത് വെച്ചിട്ട് ഫോൺ വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത്. ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടാണെന്നാണ് പറഞ്ഞത്. ഞാൻ തള്ളല്ല, സത്യമായിട്ട് തന്നെയാണ് പറയണത്. ഇത് ഞാൻ അതായത് ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം മേടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് മേടിക്കണം എന്ന് വളരെ കാലമായിട്ട്, അതായത് ഏതൊരു TWS ഇയർബഡ്സ് മേടിക്കണം എന്ന് വളരെ കാലമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ പോയി സെർച്ച് ചെയ്ത് അത് കാണുകയും 2-3 വട്ടം കണ്ടതിന് ശേഷം തന്നെയാണ് ഞാൻ മേടിച്ചത്. സത്യമാവോ എന്നറിയാൻ ഒരു ആകാംക്ഷയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്ത്. നമ്മുടെ അവിടെ ഒന്നും മേടിക്കാതെ കിട്ടുന്നില്ല. ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആർക്കൊക്കെ വേണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. 4 വട്ടം നമുക്ക് ബഡ്സ് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ചാർജിങ് കേസ് ഒറ്റവട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് കേസിനെ കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിനൊപ്പം കിട്ടിയ ചാർജർ ഉപയോഗിച്ച് മാത്രമല്ല, ചാർജിങ് കേബിൾ ഉപയോഗിച്ച് മാത്രമല്ല, നമുക്ക് ഏത് ചാർജിങ് കേബിൾ ഉപയോഗിച്ചാലും വർക്ക് ചെയ്തു തരുന്നു. എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ്. ഏത് C ടൈപ്പ് ഉപയോഗിച്ചാലും വർക്ക് ചെയ്യും. C ടൈപ്പാണ് ചാർജിങ്ങിൻ്റെ പോർട്ട് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, C ടൈപ്പാണ് വരുന്നത്. അതുപോലെ 1.5 മണിക്കൂറൊന്നും വേണ്ട, മാക്സിമം 1 മണിക്കൂർ തന്നെ, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ കേസ് ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10-20 മിനിറ്റ് മാക്സിമം 20 മിനിറ്റ് വെക്കുമ്പോഴേക്കും ബഡ്സും ഫുൾ ചാർജ് ആവുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ബഡ്സായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. IPX5 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടറോ സ്വെറ്റോ ആയാലും കുഴപ്പമൊന്നുമില്ല. ബഡ് കേസിലിട്ടിട്ട് 1 മീറ്റർ അടിയിലേക്ക് വെള്ളത്തിൽ താഴ്ത്തി വെച്ചാലും വലിയ പ്രശ്നമൊന്നും ഇതിലുണ്ടാവില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയില്ല. ഞാൻ ആദ്യമായിട്ടൊരു സാധനം മേടിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാണ്ടിരുന്നത്. ടച്ച് കൺട്രോൾസ് അതിൻ്റെ സ്റ്റെമ്മുമ്പോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു സ്റ്റെം തന്നെയാണ് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നത്. അതുപോലെ ബ്ലൂടൂത്തിൻ്റെ 5.0
5.0 എന്ന് പറഞ്ഞ വെർഷനാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ നമുക്ക് കിട്ടുന്നത്. ലേറ്റൻസി ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ലോ ലേറ്റൻസിയുടെ കാര്യം പറയുന്നുണ്ട്. ലോ ലേറ്റൻസി എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല, കാരണം ഞാൻ PUBG കളിക്കുന്ന ഒരാൾ തന്നെയാണ്. PUBG കളിച്ചുകൊണ്ടിരിക്കും 10 ഉണ്ട, അതായത് 10 വെടിയുണ്ട പോയിൻറ്റേഴ്സാണ് എനിക്ക് എന്താണോ അതായത് അവിടുന്ന് വരുന്ന ബാക്കിയുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു വെടി വെച്ചു, ഒരു വെടി 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമാണ് എനിക്ക് കേൾക്കാനുള്ളത്. അതായത് ലോ ലേറ്റൻസി വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. അത് ഇനി ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ഹെഡ്സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ PUBG കളിക്കുമ്പോൾ ഞാനതാണ് ഉപയോഗിക്കാറ്. ഈ TWS ഇയർബഡ്സ് എനിക്ക് PUBG കളിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ഉപയോഗം വരാറില്ല. പക്ഷെ പാട്ട് കേൾക്കുമ്പോഴോ അതായത് ഫോൺ വിളിക്കുമ്പോഴോ 10 മീറ്റർ ദൂരെ വെച്ചിട്ട് ഫോൺ വിളിക്കുമ്പോഴോ പാട്ട് കേൾക്കുമ്പോഴോ വീഡിയോസ് കാണുമ്പോഴോ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യണത് എൻ്റെ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഫോണിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴും വലിയ തീരെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഈ ഒരു സംഭവം വെച്ചിട്ട്. പിന്നെ ഈ കേസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 3-4 ബഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമ്മുടെ ചോദിക്കനുസരിച്ച് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുമ്പോൾ ടച്ച് കൺട്രോൾസ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 2 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്യും, 3 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് ചേഞ്ച് ആവും. റൈറ്റ് സൈഡത്തെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നിലേക്ക് പാട്ട് പോവുകയും വേറെ പാട്ട് വരികയും, ബാക്കിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലത്തെ പ്രീവിയസ് പാട്ട് വരികയും ചെയ്യും. സോങ്ങിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ, അതുപോലെ കോളിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു വട്ടം ടാപ്പ് ചെയ്ത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ കോള് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൾ എടുക്കുകയും ചെയ്യും. പിന്നെ കോൾ വരുന്നത് അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബീപ്പ് സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും, ചുവട്ടിലടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് കോൾ വരുന്നത് അറിയാൻ സാധിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാസ്കൊക്കെ ഉപയോഗിക്കുന്ന സമയമാണല്ലോ. മാസ്ക് ഇട്ടതിൻ്റെ ശേഷം ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ സംസാരിക്കില്ല, അപ്പോൾ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുക. മാസ്ക് ഉപയോഗിച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കുമ്പോൾ ആ സൗണ്ട് മറ്റുള്ളവർക്ക് കേൾക്കാത്ത പോലെ, അതായത് കോൾ വിളിക്കുമ്പോൾ മാസ്ക് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഫോൺ എടുത്ത് ചുവട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ മാസ്ക് ഇട്ടുകൊണ്ട് മെല്ലെ സംസാരിക്കുമ്പോൾ അത് എല്ലാവർക്കും എത്തുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പിൽ ഓഡിയോ അയക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഓഡിയോ ആണ് ക്യാപ്ചർ ചെയ്യണത്. ഈ ബഡ്സിൽ നിന്നുള്ള ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം. അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടപ്പോൾ അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സംഭവം ലൈറ്റ് വെയിറ്റ് ആണ്. ട്രബിളും ബാസും ഒക്കെ അത്യാവശ്യം നല്ലൊരു ട്രബിളും ബാസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് നമുക്ക് ഈ ഒരു സാധനത്തിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം മേടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. ഈ ലേറ്റൻസി, അതായത് ലോ ലേറ്റൻസി അവർ പറയുന്നുണ്ട്. എനിക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു സംഭവം പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ലോ ലേറ്റൻസി കിട്ടുന്നുണ്ടെങ്കിൽ, PUBG ഒക്കെ കളിച്ച് നോക്കുക, ലോ ലേറ്റൻസി കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.